ബി.ജെ.പിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന പ്രസിഡന്റിൽ വന്ന മാറ്റമാണ്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി. തൊട്ടു പിന്നാലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, കൈരളി തന്നെയാണ് ആ വാർത്ത ആദ്യം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഒരു തമ്മിൽത്തല്ലുണ്ടായി, അതുമായി ബന്ധപ്പെട്ട് പരാതി രൂപപ്പെട്ടു. പരാതി തല്ലുകൊണ്ടയാൾ കൊടുത്തു നേതൃത്വത്തിന് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ആ തമ്മിൽത്തല്ലും ആ പോസ്റ്റൽ വിവാദവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കിടെ ബി.ജെ.പിയുടെ സമ്പൂർണ്ണ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നു എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് എന്നുള്ളത് കൂടിയുണ്ട്. അതുപോലെ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതിൽ കടുത്ത അസംതൃപ്തിയിലാണ്. അവിടെ നിന്ന് വിവരങ്ങൾ ചോർന്ന് മാധ്യമങ്ങളിൽ ഇങ്ങനെ എത്തുന്നതിൽ പുതിയ പ്രസിഡന്റ് വലിയ അതൃപ്തിയിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പുതിയ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ ചില നേതാക്കൾ വളരെ സജീവമായി കരുനീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. നിർഭനാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ നമ്മൾക്കൊപ്പം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. നിർഭൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ശരത്. അതായത് പ്രസിഡന്റായി വന്ന ശേഷം നടത്തിയ ആദ്യ പ്രസംഗം ഉണ്ടാക്കിയ ഒരു വലിയ ക്ഷീണമുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖറിന്. അത് വലിയ ട്രോളായി മാറി. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രാഞ്ചിയേട്ടൻ സിനിമയിലെ മമ്മൂട്ടിയുടെ അവിസ്മരണീയമായ പെർഫോമൻസിലെ പ്രസംഗമൊക്കെ എടുത്ത് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത നിലയിലാണ് അദ്ദേഹത്തെ റിസീവ് ചെയ്ത് അങ്ങനെ കേരളം കൊണ്ടുപോയത്. അസാമാന്യ ട്രോളായി മാറി. അതിൻ്റെ ഒരു ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെയാണ് ഓഫീസിനകത്തൊരു തല്ലുണ്ടാകുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു വരവും അതിൻ്റെ ആദ്യ ദിവസങ്ങളുമൊക്കെ ഒരു തരത്തിലും സുഖം നൽകുന്നതല്ല, തൃപ്തി നൽകുന്നതല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് എന്നുള്ളതാണോ ബി.ജെ.പിക്ക് അകത്ത് പറഞ്ഞു കേൾക്കുന്നത്? അതുകൊണ്ടാണോ നമ്മൾ ഈ സംസാരിച്ച തരത്തിലൊക്കെ പല വിഷയങ്ങളും നിന്ന് കറങ്ങുന്നത്? തീർച്ചയായും. ഒന്ന്, ബി.ജെ.പി പലതരത്തിലുള്ള പ്രചരണങ്ങൾ, അതായത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നു, വലിയ തരത്തിലുള്ള മാറ്റമുണ്ടാകുന്ന തരത്തിൽ അവർ IT സെല്ലൊക്കെ വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ബി.ജെ.പിയിൽ നിലവിലുണ്ടായിരുന്ന നേതൃത്വവും പുതിയ നേതൃത്വവും തമ്മിലുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ശരത്ത്. കാരണം രാജീവ് ചന്ദ്രശേഖർ അപ്രതീക്ഷിതമായി പെട്ടെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ദേശീയ നേതൃത്വം പൊടുന്നതിനെ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ കേരളത്തിൽ സംഘടന പിടിക്കാൻ വി മുരളീധരൻ്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലും വലിയ തരത്തിലുള്ള ശ്രമമുണ്ടായി. ജില്ലാ പ്രസിഡന്റുമാർ 30 ജില്ലാ പ്രസിഡന്റുമാരിൽ ഇപ്പോൾ അവർക്ക് റൂറലും ഒപ്പം തന്നെ ഗ്രാമപ്രദേശവും രണ്ടായി, അർബനും റൂറലുമായിട്ട് രണ്ടായി ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ 30 ജില്ലാ പ്രസിഡന്റുമാരാണുള്ളത്. അപ്പോൾ അങ്ങനെ അതിൽ 20ഓളം പേർ കെ സുരേന്ദ്രനുമായും മുരളീധരനുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ബാക്കി വരുന്ന 7 പേർ കൃഷ്ണദാസ് പക്ഷക്കാരും 3 പേരുമാണ് ശോഭാ സുരേന്ദ്രനുമായി ബന്ധമുള്ളവരും ഉള്ളത്. ഏറെക്കുറെ ബി.ജെ.പിയുടെ ഈ നിലവിലുള്ള മുരളീധരനും ഒപ്പം തന്നെ കെ സുരേന്ദ്രന് അനുകൂലമായി സംഘടന മുഴുവൻ പിടിച്ചു വെച്ച് ഒരു സമവായമുണ്ടാക്കി ഇവിടെ തന്നെ ഒരു അധ്യക്ഷനെ തീരുമാനിക്കാം എന്ന ഘട്ടം എത്തിയപ്പോഴാണ് പൊടുന്നനെ രാജീവ് ചന്ദ്രശേഖരൻ വന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി തന്നെ ഈ സമവാക്യം ആകെ മാറിപ്പോയി. നിലവിലുള്ള സംസ്ഥാന നേതാക്കൾ ആർക്കൊപ്പം നിൽക്കും എന്ന ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ലീഡർഷിപ്പിൽ ഇപ്പോൾ വന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇവർ ആരെ പരിഗണിക്കും, ആരെ തള്ളിക്കളയും എന്നതാണ്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗുഡ് ബുക്കിലേക്ക് കയറിക്കൂടാനുള്ള ശ്രമം ഈ 3 പ്രധാനപ്പെട്ട പ്രബലമായി നിൽക്കുന്ന ഗ്രൂപ്പിലെ സുരേന്ദ്രനും ഒപ്പം തന്നെ മുരളീധരൻ്റെ വിഭാഗവും, ഈ സുരേന്ദ്രനും മുരളീധരൻ്റെ വിഭാഗവും തമ്മിൽ തന്നെ ആഭ്യന്തരമായ കലഹങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ ശോഭാ സുരേന്ദ്രനും MD രമേശ് അടക്കമുള്ള നേതാക്കൾ, കൃഷ്ണദാസ് പക്ഷമൊക്കെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഘർഷം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വരെ എത്തി എന്നതാണ്. 2 നേതാക്കൾ, മുൻ IT സെല്ലിൻ്റെ കൺവീനറായിട്ടുള്ള സജീവ നായരും ശ്യാം കരിക്കവും എന്ന ഉള്ളൂരിൻ്റെ ബി.ജെ.പിയുടെ മണ്ഡലം പ്രസിഡന്റ് തമ്മിൽ ഓഫീസിൽ വെച്ച്, അവിടെ രാജീവ് ചന്ദ്രശേഖരൻ ഓഫീസ് ഉള്ള സമയത്താണ് ഈ സംഘടന നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള വിജിൻ, കൈരളി ന്യൂസാണ് അതിൻ്റെ വിവരങ്ങളും പരാതികളും ദേശീയ നേതൃത്വത്തിന് അയച്ച പരാതിയടക്കം മെയിലടക്കം നമ്മൾ കൈരളി ന്യൂസാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്ത ചോർന്നതിനെതിരെ വലിയ അതിർത്തി രാജീവ് ചന്ദ്രശേഖരനുണ്ട് എന്നതാണ്. ഇതെങ്ങനെ വാർത്ത പുറത്തേക്ക് പോയി? ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിലെ വാർത്തകൾ പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടുന്നുണ്ട്. അതിൽ വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട് എന്നതാണ്. ഇന്ന് സമ്പൂർണ്ണ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ പദവിയിലെത്തിയ ശേഷമുള്ള ആദ്യ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. കർശനമായ നിലപാട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നതാണ്. മറ്റൊന്ന്, ഈ അടുത്ത പ്രധാനപ്പെട്ട പദവികളിലേക്ക് സമ്പൂർണ്ണമായ പുനഃസംഘടനയാണ് രാജീവ് ചന്ദ്രശേഖരൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അതിൽ ആരാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്, അത്തരം ചർച്ചകളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം തലസ്ഥാനത്ത് നിന്ന്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ തലസ്ഥാനത്ത് കേരളത്തിൽ അധികം പരിചയമുള്ള ആളല്ല. നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ഡെയിലി വരുന്ന ഓരോ വിവാദങ്ങളിലും വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കാൻ പ്രാപ്തനല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗം തന്നെ പൂർണ്ണമായി പാളിപ്പോയി. അതുകൊണ്ട് കേരളത്തെക്കുറിച്ച് ആദ്യത്തെ പ്രസംഗം പാളിപ്പോയി, അത് വലിയ തമാശയായി മാറി.
അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചാനൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം എടുത്തു കൊടുക്കുന്നത് കണ്ടല്ലോ. ആ അഭിമുഖത്തിൽ തന്നെ ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിലൊക്കെ കേരളം പണം നൽകട്ടെ എന്നൊക്കെ പറയുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ തന്നെയാണ് അദ്ദേഹം പലതും പറയുന്നത് എന്ന തരത്തിലേക്കുള്ള വലിയ ചർച്ചകൾ വേറെ സംഭവിച്ചു. മറുഭാഗത്ത് ഇപ്പോൾ ഈ മറ്റ് ലീഡർഷിപ്പ്, കൃഷ്ണദാസ് പക്ഷം, അല്ലെങ്കിൽ എന്താണ് വി മുരളീധരൻ പക്ഷം, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ, ഇവരുടെ കോമ്പിനേഷൻ, ശോഭാ സുരേന്ദ്രൻ, ഇവരൊന്നും സ്വാഭാവികമായും പരസ്യമായ ഒരു എതിർപ്പിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകില്ല. പക്ഷേ എങ്ങനെ സഹകരിക്കും? ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് ഈ BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ സമീപനം എന്തായിരുന്നു, സഹകരണം എത്രമാത്രമായിരുന്നു എന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ട് വഴിക്ക് പോവുക, പരസ്പരം പരസ്യമായ ഏറ്റുമുട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ രണ്ടുപേർക്കും രണ്ട് വഴി എന്നുള്ളതായിരുന്നു. അവർക്ക് കുറേ കൂടി സ്വീകാരനായ കേന്ദ്ര മന്ത്രി ജോർജ് കുര്യനായിരുന്നു. നമ്മൾ പലപ്പോഴും അത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യത്തിലും കേരളത്തിനകത്ത് നിന്ന് പയറ്റുന്ന നേതാക്കൾ, BJP രാഷ്ട്രീയത്തിനകത്ത് പതിറ്റാണ്ടുകളായി നിൽക്കുന്ന നേതാക്കൾ എങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും എന്നതുകൂടിയുണ്ട്. ഞാൻ പറഞ്ഞത് മുമ്പ് പറഞ്ഞ പോലെ ആദ്യ അഭിമുഖം തന്നെ, അദ്ദേഹത്തിൻ്റെ ചാനൽ നൽകിയ അഭിമുഖം തന്നെ, അതിൽ അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് വലിയ ചർച്ചയും തമാശയും വിമർശനവും ഒക്കെ അദ്ദേഹം അതിലും കേൾക്കേണ്ടി വന്നിരുന്നല്ലോ. ശരത്ത് അത് തന്നെയാണ്. അപ്പോൾ ശരത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഞാൻ കുറച്ചുകൂടി ഓപ്പണായി പറഞ്ഞാൽ 2 ലെയറാണ്. ഒന്ന് RSSുമായി ബന്ധപ്പെട്ട പരമ്പരാഗത BJPയും, ഒപ്പം തന്നെ പുതിയ കാലത്തിൽ BJP ദേശീയ നേതൃത്വം പരീക്ഷിക്കുന്ന ഒരു നേതൃത്വവും. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ വരുന്നത്. അതിലാണ് ഈ പ്രൊഫഷണലായിട്ടുള്ള BJP അല്ലാത്ത പലരും BJPയിലേക്ക് വരുന്നു, അവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ അവരെ പരിഗണിക്കാനാണ് സാധ്യത. കാരണം എന്ന് പറഞ്ഞാൽ അനിൽ ആൻ്റണി, ഷോൺ ജോർജ്, ഒപ്പം തന്നെ സുരേഷ് ഗോപി, കൃഷ്ണകുമാർ, ഇത്തരത്തിലുള്ള BJP RSS ബന്ധമല്ലാത്ത ഒരു വിഭാഗം നേതാക്കൾ ശ്രേണിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് സുരേഷ് ഗോപി ആ പ്രസംഗത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ വരുന്ന ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള പുതിയ മാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ പ്രസംഗമൊക്കെ നടത്തി. അതുകൊണ്ട് നിലവിലുള്ള നേതൃത്വം പരാജയമായിരുന്നു എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നുണ്ട്. മുരളീധരന് ശേഷം BJPയിലെ വലിയ തലയെടുപ്പുള്ളൊരു നേതാവ് കേരളത്തിലെ BJP നേതൃത്വത്തിലേക്ക് വരുന്നു, വലിയ മാറ്റമുണ്ടാകും. അതായത് കഴിഞ്ഞ നേതൃത്വം, കെ സുരേന്ദ്രൻ നേതൃത്വം പരാജയമാണ് എന്ന തരത്തിൽ സുരേന്ദ്രൻ്റെ പ്രസംഗത്തിൽ തന്നെ അതുണ്ട്. അങ്ങനെ ഒരു 2 ലെയറായി നിൽക്കുന്നു. ഒപ്പം ഇനി രാജീവ് ചന്ദ്രശേഖരൻ ഈ പഴയ നേതൃത്വത്തിൽ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്, സംസ്ഥാനത്തുണ്ടാകുന്ന സാധാരണ ഉണ്ടാകുന്ന വിഷയങ്ങൾ രാജീവ് ചന്ദ്രശേഖരന് വലിയ അറിവും പ്രാപ്തിയുമുള്ള ഒരാളല്ല. അതാണ് ആശാ വർക്കറുടെ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ തരത്തിൽ മണ്ടത്തനം, അബദ്ധം അദ്ദേഹം പറഞ്ഞത്. അത് വലിയ തരത്തിൽ വിമർശനം ഉണ്ടായി. അത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാനുള്ള പ്രാപ്തിയോ കഴിവോ കേരള രാഷ്ട്രീയത്തെ പഠിച്ചിട്ടുള്ള നേതാവുള്ള അദ്ദേഹം ഗുജറാത്ത് രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് കേരളത്തെയും കാണുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് BJP കളമശ്ശേരിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട്, തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വലിയ വിവാദം നമുക്കറിയാമെന്നുള്ളത്. എത്ര തരത്തിൽ വർഗീയ ചേരിതിരിലേക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പാഠകമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അതുകൊണ്ട് BJP കേരളത്തിൽ എങ്ങനെയാണ് അത് പ്രായോഗികമാകുക എന്ന കാര്യത്തിലൊക്കെ വലിയ തർക്കമുണ്ട്. അതുകൊണ്ട് ഡെയിലിയുള്ള വിഷയങ്ങൾ പ്രതികരിക്കാൻ സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഒരാളെ ഉറപ്പായും രാജീവ് ചന്ദ്രശേഖരൻ നിയോഗിക്കും. അത് BJP സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ വലിയ കഴിവും പ്രാപ്തിയുമുള്ള ഒരു ആകണം എന്നതാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. പക്ഷേ ആ പദവി കിട്ടുന്ന ആൾക്ക് കാരണം ഒരുപാട് കാര്യങ്ങളിലുള്ള ഒരു അധികാര കേന്ദ്രമായി മാറും. കാരണം ഓഫീസിൻ്റെ ചുമതല, ഒപ്പം തന്നെ ജില്ലയിൽ കേന്ദ്രീകരിച്ച്, തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്നയാൾ. രാജീവ് ചന്ദ്രശേഖരൻ പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ സമയവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് BJP ഒരു പ്രധാനപ്പെട്ട ഒരു പദവി, സംസ്ഥാന പ്രസിഡന്റിനെ പോലെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പദവിയായിരിക്കും അത്. അതിലേക്ക് എത്താനുള്ള തർക്കം നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മുൻ ജില്ലാ പ്രസിഡന്റുമാർ S സുരേഷും, ഒപ്പം തന്നെ VV രാജേഷിനെ പോലെയുള്ള നേതാക്കൾ, സംസ്ഥാന ലീഡർഷിപ്പിലുള്ള മറ്റ് ചില നേതാക്കളൊക്കെ ഇതിൽ ഉന്നം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത് ചേർന്ന് നിൽക്കാനും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗുഡ് ബുക്കിലേക്ക് കടന്നെത്തി ഈ ഭാരവാഹിത്വത്തിലേക്ക് എത്താനുള്ള വലിയ തർക്കമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി പോസ്റ്റർ യുദ്ധം നടക്കുന്നു. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം അതും കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. VV രാജേഷ് പണം വാങ്ങി രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയെന്ന തെളിവുകൾ, ചില റിപ്പോർട്ട് രാജീവ് ചന്ദ്രശേഖരനെ ലഭിച്ചു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് തിരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിച്ചിരുന്നത്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട, അത് ഇന്റേണലായി ലഭിക്കുന്ന വിവരമാണ് ശരത്ത്, തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ആഡംബര ഹോട്ടലുകളിലും അവർ രഹസ്യമായി റൂം എടുത്തിരുന്നു. BJPയുടെ ചുമതലയില്ലാത്ത നേതാക്കൾ ആരെങ്കിലും അവിടെ വന്നു പോവുകയോ ചർച്ച നടത്തുകയോ ചെയ്യുന്നെങ്കിൽ അതിന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവിടെ വന്നു പോവുകയും പലരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരന് നേരിട്ട് ലഭിച്ചത്. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് ഏത് തരത്തിലുള്ള പൊട്ടിത്തെറിയാണ് BJP സംസ്ഥാന ലീഡർഷിപ്പിൽ ഉണ്ടാവുക എന്ന കാര്യം ഇനി കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ പുനഃസംഘടനയെ ബന്ധപ്പെട്ട് ആര് വരും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്താൻ പോവുക. ശരത്. ശരി, നിർഭനാണ് BJP രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മളുമായി സംസാരിച്ചത്.